എടാ സീക്വൻസ് ആൻഡ് സീരീസിലെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, ഇതിൽ പറഞ്ഞത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി ഈസ് 16. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, പിന്നെ വേണ്ടത് പ്രൊഡക്റ്റ് ഓഫ് 3 ടേംസ് എന്ന് പറയുമ്പോഴാണ് ആ A/R A/R അങ്ങനെ എടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ അങ്ങനെയല്ല തന്നിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി 16. ഇപ്പോൾ എ തന്നെയാണ് ഫസ്റ്റ് ടേം എന്ന് കരുതുക, സെക്കൻഡ് ടേം AR എന്ന് കരുതുക, ദെൻ AR², അത് മൂന്നും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 16 ആണെന്ന് കരുതുക. പിന്നെ ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് 3 ടേംസ്, അതായത് സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് ഈസ് 128 എന്നാ പറഞ്ഞത്. അടുത്ത 3 ടേമുകളുടെ സമ്മ് 128 ആണ്. അതായത് AR³ AR⁴ പ്ലസ് AR⁵, ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 128 ആണ് എന്നും പറഞ്ഞു കേട്ടാ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ടേം കാണണം, കോമൺ റേഷ്യോ ഒക്കെ കാണണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ, ആ ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേമിനെ കോമൺ ടേം ആയിട്ട് വേണമെങ്കിൽ അവിടുന്ന് എടുക്കാം. അങ്ങനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? A×1 + R + R² = 16 എന്ന് അതിനെ എഴുതാം, പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കിയാൽ അതിൽ നമുക്ക് AR³ പുറത്തേക്ക് എടുക്കാം, AR³ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ടാവും? 1 + R + R² ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 128 എന്ന് അതിലുണ്ടാവും കേട്ടാ. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ വീണ്ടും കിട്ടിയില്ല. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചു നോക്ക്. നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്പർ 2-നെ, അതായത് ഇക്വേഷൻ നമ്പർ 2-നെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക, എന്താ സംഭവിക്കുക നോക്കുക. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതും കട്ടായി പോകും, ശരിയല്ലേ? എയും കട്ടായി പോകും, ശരിയല്ലേ? ദെൻ R³ എന്നുണ്ടാവും, R³. അതേപോലെ റൈറ്റ് സൈഡിലാവുമ്പോൾ 128 ഡിവൈഡഡ് ബൈ 16 വരും. 128 ഡിവൈഡഡ് ബൈ 16 അത് എത്രയാ വരിക? 8 ആണെന്നുണ്ട് അല്ലേ. 128 ഡിവൈഡ് ബൈ 16 എന്ന് പറയുമ്പോൾ 8 വരും, 8. സോ R³ = 8 എന്ന് കിട്ടി. R³ 8 കിട്ടിയാൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? R = 2 ആയിരിക്കും. R = 2. ഓക്കെ അല്ലേ? അപ്പോൾ ആ പ്രശ്നം തീർന്നു കേട്ടാ. ഇനി എന്ത് വേണം? ഫസ്റ്റ് ടേം കണ്ടെത്തണം, വേണ്ടേ? ഫസ്റ്റ് ടേം കണ്ടെത്തണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു മിനിറ്റ്, 120 16 8 48 ഓക്കെ, ശരിയാ. ഇനി R = 2 കിട്ടി. ഇനി ഫസ്റ്റ് ടേം അല്ലേ കിട്ടുന്നത്? ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഈ R-ന്റെ 2 എന്ന് പറയുന്ന വാല്യൂ ഈക്വേഷനിലോ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഇതിൽ കൊടുത്തു എന്ന് കരുതിക്കോ. ഈ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ സംഭവിക്കുക നോക്ക്. A പ്ലസ് R-ന്റെ വാല്യൂ 2 അല്ലേ, അപ്പോൾ 2A പ്ലസ് AR² എന്നുള്ളത് 4A, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ 4Aയും 2Aയും കൂട്ടിയാൽ 6A പ്ലസ് A എന്ന് പറഞ്ഞാൽ 7A വരും. 7A = 16, ദെൻ A = 16/7 കിട്ടും. എൻ്റെ വാല്യൂ കിട്ടി. എൻ്റെ വാല്യൂ എന്താണ്? 16/7 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. എൻ്റെ വാല്യൂ എന്താണ്? 16/7 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ട് പരിപാടി കഴിഞ്ഞു. കോമൺ റേഷ്യോ കിട്ടി, പിന്നെ ഫസ്റ്റ് ടേമും കിട്ടി. ഇനി എന്താ വേണ്ടത്? സം ടു n ടേംസ്. നമുക്കറിയാം ഇവിടെ R-ന്റെ വാല്യൂ 1-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ എന്താ? ഇക്വേഷൻ A × R⁻n−1 ഡിവൈഡഡ് ബൈ R−1-ൽ R-ന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമ്മളെ ആൻസറിലേക്ക് നമ്മളെത്തും. നേരെ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കടാ. ഫൈൻഡ് എ GP ഫോർ വിച്ച് the sum of first 2 terms is -4. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? എയും AR-ഉം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ -4 ആണെന്ന് എഴുതാം. Then and the fifth term is 4 times the third term. അതെങ്ങനെ എഴുതും? ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലം ഇങ്ങനെ എഴുതി വെക്കാം. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 × തേർഡ് ടേം ആണ്, 4 times the third term ആണ്. ഫിഫ്ത്ത് ടേമിന് എങ്ങനെ എഴുതുക? A × R⁴, that is equal to 4 × AR² എന്ന് എഴുതാം, AR². ഈ AR² ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ AR⁴ ഡിവൈഡഡ് ബൈ AR² = 4. ഇത് രണ്ട് കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ്
ആർ സ്ക്വയർ ഈക്വൽ ടു 4 ആൻഡ് ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. ആറിന്റെ വാല്യൂ എന്താ? പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടി. ആറിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ആറിന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കണം. അപ്പൊ എന്റെ വാല്യൂ കിട്ടും. നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെൻ ആർ ഈക്വൽ ടു 2, ആറിന്റെ വാല്യൂ ഫസ്റ്റ് 2 ആക്കി നോക്കുക. 2 ആക്കി നോക്കുമ്പോൾ അതിൽ കൊടുത്താൽ എന്ത് വരും? എ പ്ലസ് 2a ഈക്വൽ ടു മൈനസ് 4, ദാറ്റ് ഈസ് 3a ഈക്വൽ ടു മൈനസ് 4, ദാറ്റ് ഈസ് a ഈക്വൽ ടു മൈനസ് 4/3. എൻ്റെ വാല്യൂ എന്ത് കിട്ടി? മൈനസ് 4/3 എന്ന് കിട്ടി. അങ്ങനെ എൻ്റെ വാല്യൂ മൈനസ് 4/3 കിട്ടുമ്പോൾ ആ ജി പി എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റ് നോക്കുക. ഫസ്റ്റത്തെ ടേം മൈനസ് 4/3, സെക്കൻഡ് ടേം കിട്ടാൻ എന്ത് ചെയ്യും? മൈനസ് 4/3 ഇൻറ്റു 2, ദാറ്റ് ഈസ് മൈനസ് 8/3, ദെൻ മൈനസ് 16/3 എക്സെട്ര. ഇതായിരിക്കും ആ ജി പിയുടെ കോലം. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? വെൻ ആർ ഈക്വൽ ടു മൈനസ് 2, ആറിന്റെ വാല്യൂ മൈനസ് 2 നോക്കുക. ആർ ഈക്വൽ ടു മൈനസ് 2, ആറിന്റെ വാല്യൂ മൈനസ് 2 ആവുമ്പോൾ ഈ ഇക്വേഷനിൽ കൊണ്ട് കൊടുത്താൽ എ minus 2a equal to minus 4, that is a minus 2 എന്ന് പറഞ്ഞാൽ മൈനസ് a equal to minus 4, that is a equal to 4 എന്ന് കിട്ടും. എൻ്റെ വാല്യൂ എന്താ? 4 എന്നാ കിട്ടുക. ശരിയല്ലേ? എൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ 4 ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ജി പി എഴുതണം. ജി പി എഴുതിക്കോ. 4 പിന്നെ ആർ എത്ര? മൈനസ് 2 അല്ലേ? അപ്പോൾ മൈനസ് 8, then 16 minus 32 എക്സെട്ര. ആ ജി പി അങ്ങനെയും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ജി പി കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം. ദ ഫസ്റ്റ് ടേം ഓഫ് എ ജി പി ഈസ് 1. അപ്പൊ എന്ത് എഴുതാം? എ ഈക്വൽ ടു 1 ആണ്. എ ഈക്വൽ ടു 1. ദ സം ഓഫ് തേർഡ് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 90. ദ സം ഓഫ് തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എ ആർ സ്ക്വയർ ആണ്. ആൻഡ് ഫിഫ്ത്ത് ടേം ദാറ്റ് ഈസ് എ ആർ റൈസ് ടു 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം 1 എന്ന് തന്നു. ദെൻ പറഞ്ഞത് എന്താ? തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂടിയല്ലേ? അതായത് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ റൈസ് ടു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. ദെൻ ഫൈൻഡ് ദ കോമൺ റേഷ്യോ. എന്ത് ചെയ്താൽ മതിയടാ? ഇതില് എന്റെ വാല്യൂ 1 അല്ലേ? അതൊന്ന് കൊടുത്തൂടെ? അപ്പൊ എന്ത് കിട്ടും? എന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് ആർ റൈസ് ടു 4 ഈക്വൽ ടു 90 എന്ന് കിട്ടും. ആർ സ്ക്വയർ പ്ലസ് ആർ റൈസ് ടു 4 ഈക്വൽ ടു 90 എന്ന് കിട്ടും. ഒരു കാര്യം ചെയ്യാം, രണ്ടെന്നും ഈ സ്ക്വയറിനെ അങ്ങ് പുറത്തേക്ക് എടുത്താൽ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടി. എന്താണ് ഇതിന്റെ അർത്ഥം? ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 90 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാലും 1 പ്ലസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാലും അടുത്തടുത്ത നമ്പറുകളായിരിക്കും. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആറിന്റെ വാല്യൂ നമ്മൾ 2 ആണ് എടുത്തതെന്ന് എഴുതിക്കോ. ആറിന്റെ വാല്യൂ 2 ആണ് എടുത്തതെങ്കിൽ ആർ സ്ക്വയറിന്റെ വാല്യൂ എന്ത് വരും? 4 വരും. ആർ സ്ക്വയറിന്റെ വാല്യൂ 4 വരും. ആർ സ്ക്വയർ പ്ലസ് 1 5 വരും. ശരിയല്ലേ? ഇനി ആറിന്റെ വാല്യൂ 3 ആണ് എടുത്തതെന്ന് എഴുതിക്കോ. അപ്പൊ ആർ സ്ക്വയറിന്റെ വാല്യൂ എന്ത് വരും? 9 വരും. പിന്നെ ആർ സ്ക്വയർ പ്ലസ് 1 എന്ത് വരും? 9 പ്ലസ് 1 10 എന്ന് വരും. ശരിയല്ലേ? അപ്പോ ഈ ആർ സ്ക്വയറിന്റെയും ആർ സ്ക്വയർ പ്ലസ് 1ന്റെയും പ്രത്യേകത എന്താ വെച്ചാൽ അത് രണ്ടും അടുത്തടുത്ത നമ്പറുകളായിരിക്കും. ഈ അടുത്തടുത്ത 2 നമ്പറുകളെ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 90 കിട്ടണം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത 2 നമ്പറുകൾ ഏതൊക്കെയായിരിക്കും? 9ഉം 10ഉം ആയിരിക്കും. അത് രണ്ടും ഗുണിച്ചാൽ 90 കിട്ടും. ആർ സ്ക്വയർ 9 ആണ് എന്നുണ്ടെങ്കിൽ ആർ സ്ക്വയർ ഈക്വൽ ടു 9 ആണെങ്കിൽ ആർ ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 3 ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളത് കേട്ടാ. ഈ ചോദ്യത്തിൽ പറഞ്ഞത് പിന്നെ പീത്ത് ടേം, ക്യൂത്ത് ടേം, ആർത്ത് ടേം തന്നിട്ടുണ്ട്. അത് ABC ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണം. ഇത് ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിൽ ചെറിയൊരു പ്രശ്നം വരല്, ഇവിടെ ഓൾറെഡി നമുക്ക് കോമൺ റേഷ്യോ ആയ 6 പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. അതേമാതിരി എയും തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അത് തമ്മിൽ മാറിപ്പോയത്. ഇതെന്താ? ഫസ്റ്റ് ടേം ഇത് കോമൺ റേഷ്യോ അല്ല. ശരിക്കും അല്ലല്ലോ. ഇത് ആർത്ത് ടേമിന്റെ 6 ആണ്. ഇത് ആ എ എന്ന് പറഞ്ഞാൽ അത് വാല്യൂ അതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ടേമിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ എന്നും അതേപോലെ കോമൺ റേഷ്യോനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതെല്ലാം കൂടി മാറിപ്പോകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിനെ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് എടുത്തു. അതേപോലെ കോമൺ റേഷ്യോനെ എന്താക്കി? ക്യാപിറ്റൽ ലെറ്റർ ആർ ആക്കി എടുത്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് എഴുതി വെക്കുക. വാട്ട് ഈസ് പീത്ത് ടേം? പീത്ത് ടേം ആർത്ത് ടേം അല്ലെങ്കിൽ nth ടേം എന്താ? എ ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1. അപ്പൊ പീത്ത് ടേം എന്തായിരിക്കും? എ ഇൻറ്റു ആർ റൈസ് ടു
P minus 1. A into R raised to P minus 1. That is equal to എന്താണ് സ്മോൾ ലെറ്റർ എ ആണ് തന്നു. ഇനി അതേപോലെ ക്യൂത്ത് ടേം എന്താ? ക്യൂത്ത് ടേം ബി എന്ന് പറഞ്ഞിട്ട് അതിന് എങ്ങനെ എഴുതും നമ്മൾ? എ ഇൻറ്റു ആർ റേസ് ടു ക്യൂ മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. ആൻഡ് ആർത്ത് ടേം എങ്ങനെ എഴുതും? എ ഇൻറ്റു ആർ റേസ് ടു ആർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു സി എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ nth ടേം എഴുതുന്നത് പോലെ നമ്മൾ pth ടേമിനെയും qth ടേമിനെയും rth ടേമിനെയും ഇവിടെ എഴുതുകയാണ് ഉണ്ടായത്. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ ഇക്വേഷനിൽ ഇവിടെ ഈ എ കണ്ടല്ലോ, ഈ എ എന്നുള്ളതിന് പകരം ഇത് കൊടുക്കാം, ഇവിടെയുള്ള ബിക്ക് പകരം ഇത് കൊടുക്കാം, ഇവിടെയുള്ള സിക്ക് പകരം ഇതും കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇക്വേഷൻ എന്ത് സംഭവിക്കുന്നു നോക്കുക. എ ഇൻറ്റു ആർ റൈസ് ടു പി മൈനസ് 1 ഓൾ റൈസ് ടു ക്യൂ മൈനസ് ആർ. ശരിയല്ലേ? അതായത് ഈ എക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം അങ്ങനെയല്ലേ വരിക? എ ഇൻറ്റു ആർ റൈസ് ടു പി മൈനസ് ക്യൂ മൈനസ് ആർ ഇൻറ്റു ദെൻ ബി ഇൻറ്റു ബി റൈസ് ടു ബി എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കും? എ ഇൻറ്റു ആർ റൈസ് ടു ക്യൂ മൈനസ് 1 ഓൾ റൈസ് ടു ആർ മൈനസ് പി എന്ന് കൊടുത്തു. എന്ത് കൊടുത്തു? ആർ മൈനസ് പി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത സി ഉണ്ട്. സി റൈസ് ടു പി മൈനസ് ക്യൂ ആ. സിക്ക് പകരം എന്ത് കൊടുക്കുക? എ ഇൻറ്റു ആർ റൈസ് ടു ആർ മൈനസ് 1 ഓൾ റൈസ് ടു പി മൈനസ് ക്യൂ എന്നതും കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യടാ. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാ? എ റൈസ് ടു ക്യൂ മൈനസ് ആർ, എ റൈസ് ടു ക്യൂ മൈനസ് ആർ, ദെൻ ആർ റൈസ് ടു r raised to p minus 1 into q minus r. അപ്പൊ അതിന്റെ കഴിഞ്ഞില്ലേ? ഇനി രണ്ടാമത്തെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. എങ്ങനെ വരും? എ റൈസ് ടു ആർ മൈനസ് പി, ദെൻ ആർ റൈസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി. ഓക്കെ, ലാസ്റ്റ് ഇതിനെയും കൂടി എക്സ്പാൻഡ് ചെയ്തോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എ റൈസ് ടു പി മൈനസ് ക്യൂ, ദെൻ ആർ റൈസ് ടു ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇത്ര ഉണ്ട് എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ കുട്ടികളെ. വളരെ സിമ്പിളാണിത്. ഓക്കെ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യടാ? ഇവിടെ നോക്ക്, എന്റെ പവറുകൾ കുറെ ഇല്ല. ഇവിടെ എ റൈസ് ടു ക്യൂ മൈനസ് ആർ ഉണ്ട്, എ റൈസ് ടു ആർ മൈനസ് പി ഉണ്ട്, എ റൈസ് ടു പി മൈനസ് ക്യൂ ഉണ്ട്. ശരിയല്ലേ? അപ്പൊ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇൻറ്റു എ റൈസ് ടു പി ആണെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതുക? എ റൈസ് ടു എം പ്ലസ് എൻ പ്ലസ് പി എന്ന് എഴുതി കൂടെ? അതേപോലെ ഇതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? എ റൈസ് ടു ക്യൂ മൈനസ് ആർ പ്ലസ് പിന്നെ എൻ്റെ ഏതാ ആർ മൈനസ് പി പ്ലസ് പിന്നെ പി മൈനസ് ക്യൂ. ഇത്രയാണ് ഏൻ്റെത് ഉണ്ടാവുക. ഇനി അതേപോലെ ആറിൻ്റെത് ഒന്ന് എഴുതി നോക്ക്. അതേ ഇൻറ്റു ആർ റൈസ് ടു എഴുതുമ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യണം, ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും? പി ഇൻറ്റു ക്യൂ പി ക്യൂ, ആർ റൈസ് ടു പി ക്യൂ, ദെൻ പി ഇൻറ്റു മൈനസ് ആർ മൈനസ് പി ആർ, പിന്നെ മൈനസ് 1 ഇൻറ്റു ക്യൂ എന്ത് വരും? മൈനസ് ക്യൂ, മൈനസ് 1 ഇൻറ്റു മൈനസ് ആർ എന്ത് വരും? പ്ലസ് ആർ. അപ്പൊ അത് 4 ആയി. ഇനി അടുത്തത് നോക്കിക്കോ. അടുത്ത ഏതൊക്കെയാ? ആർ റൈസ് ടു ക്യൂ ഇൻറ്റു ആർ പ്ലസ് ക്യൂ ആർ, ദെൻ ക്യൂ ഇൻറ്റു മൈനസ് പി മൈനസ് ക്യൂ പി, ദെൻ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് ആർ, ദെൻ പ്ലസ് പി. അത്രയായി. ഇനി ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ടല്ലോ. ആർ ഇൻറ്റു പി എന്താണ്? പ്ലസ് ആർ പി, then r into minus q minus rq, then minus 1 into p minus p, then minus 1 into minus q plus q. ഇത്രയാണ് വരിക. ശരിയല്ലേ? ഇനി നോക്കടാ, ഇവിടെ q ഉണ്ട്, ഇവിടെ മൈനസ് q ഉണ്ട് വെട്ടി, p ഉണ്ട് മൈനസ് p ഉണ്ട് വെട്ടി, r ഉണ്ട് മൈനസ് r വെട്ടി, അപ്പോൾ a റൈസ് ടു 0 അവിടെ കിട്ടി. ശരിയല്ലേ? ഇനി അതേപോലെ ആർ റൈസ് ടു നോക്കുമ്പോഴോ ഇവിടെ പി ക്യൂ പ്ലസ് പി ക്യൂ മൈനസ് പി ക്യൂ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. ഇതാ മൈനസ് പി ക്യൂ, ഇതാക്കണം പി ആർ, ഇതാക്കണം മൈനസ് പി ആർ ഇതാ പ്ലസ് പി ആർ ഇതാ രണ്ടും വെട്ടി, മൈനസ് ക്യൂ ഇവിടെ ഉണ്ട്, പ്ലസ് ക്യൂ ഇവിടെ ഉണ്ട് അത് വെട്ടി, മൈനസ് പി ഇതാ പ്ലസ് പി ഇതാ വെട്ടി, മൈനസ് ആർ ഇതാ പ്ലസ് ആർ ഇതാ വെട്ടി, ക്യൂ ആർ ഇതാ മൈനസ് ക്യൂ ആർ ഇതാ ഇത് വെട്ടി. അപ്പൊ എല്ലാം അവിടെയും വെട്ടിപ്പോയി. ദാറ്റ് ഈസ് അവിടെ ആർ റൈസ് ടു 0 എന്ന്. വാട്ട് ഈസ് എ റൈസ് ടു 0?
1. What is r raised to 0? 1. 1 into 1 is equal to 1. So it is proved. ഓക്കെ, ഇത്രയേ ഉള്ളത്. ഇനി ഇതിൽ ഒരേപോലത്തെ വന്നില്ല, പ്ലസ് മൈനസ് ഉള്ള വന്നില്ല എന്ന് വെച്ചിട്ട് വെറുതെ വെട്ടിപ്പോരുതിട്ടാ. ഓക്കെ, കറക്റ്റ് വരുത്തിച്ചിട്ട് വേണേ വെട്ടാൻ, ഞങ്ങൾ മാർക്ക് പോയേ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കോ. യൂസിങ് പ്രോഗ്രഷൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ GP. അല്ലെ, ഇതിൽ നമുക്ക് പറയാം എയുടെ വാല്യൂ 1 ആണ്, ആറിന്റെ വാല്യൂ 2/3 ആണ്. ഫസ്റ്റ് 5 ടേംസ് അല്ലേ കാണാൻ പറഞ്ഞത്, ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ്, ദാറ്റ് ഈസ് S5 കാണണം. ഹിയർ r ഈസ് ലെസ് ദാൻ എത്രയാണ്, r ഈസ് ലെസ് ദാൻ 1 ആണ്. സോ എന്താ ഇക്വേഷൻ വരിക, a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇവിടെ എക്ക് വാല്യൂ 1 കൊടുക്കുക, ആറിന്റെ വാല്യൂ 2/3 കൊടുക്കുക, എന്നിന്റെ വാല്യൂ 5 കൊടുത്താൽ ആൻസർ ആവും. ഇത് ഒരു നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം പറഞ്ഞത് the third, 8th and 13th term, the third, 8th and 13th term of a GP are x, y, z respectively. Then prove that x, y, z are in GP. അതാണ് ആദ്യത്തെ ചോദ്യം. തേർഡും 8th 13th ടേം ഓഫ് എ GP ആർ XYZ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും സെഡും GPയിലാണ് എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം. തേർഡ് ടേമിൽ തന്നെ AR² എന്ന് എഴുതുക, AR² ഈക്വൽ ടു എക്സ്. ദെൻ 8th ടേമിൽ തന്നെ AR⁻7 എന്ന് എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ. ദെൻ 13th ടേമിനെ AR⁻12 എന്ന് എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ്. ശരിയല്ലേ? ഇനി ഇത് മൂന്നും GPയിലാണെങ്കിൽ ഇപ്പൊ നോക്ക്, എക്സും വൈയും സെഡും GPയിലാണ്. ഇപ്പൊ ABC GPയിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ട്, ഇഫ് A, B, C ആർ ഇൻ GP then B ഈക്വൽ ടു റൂട്ട് AC എന്ന് പറഞ്ഞിട്ടുണ്ട് ജോമെട്രിക് മീനിന്റെ കേസിൽ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാം, എക്സും വൈയും സെഡും GPയിലാണെങ്കിൽ y is equal to root of x into z ആയിരിക്കും. y is equal to root of x into z ആയിരിക്കും. അപ്പോ എന്താണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ AR² ആണ്, Z എന്ന് പറഞ്ഞാൽ AR⁻12 ആണ്. അതിന് തമ്മിലൊന്ന് ഗുണിച്ചേ, AR² into AR⁻12 ദാറ്റ് ഈസ് A² R⁻14. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും, AR⁻7 എന്ന് കിട്ടും. അതല്ലേ വൈ. അപ്പൊ അത് പ്രൂവ് ആയില്ലേ, y is equal to root of x into z എന്നായില്ലേ, അത് പ്രൂവ് ആയി. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കിയട്ടെ. അതിലെ രണ്ടാമത്തെ ചോദ്യം ഇത് തന്നെ, prove that x, y, z in the above, അതായത് മേലുള്ള എക്സും വൈയും സെഡും സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ y⁻10 ഡിവൈഡഡ് ബൈ x into z all raised to 5 is equal to 1 എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ എക്സും വൈയും സെഡ് എന്തായിരുന്നു എന്ന് ഒന്നും കൂടി എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ AR² ആണ്, AR² ഈക്വൽ ടു എക്സ്, AR⁻7 ഈക്വൽ ടു വൈ, AR⁻12 ഈക്വൽ ടു സെഡ് ആണ്. ശരിയല്ലേ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് y⁻10 ഡിവൈഡഡ് ബൈ എക്സ് സെഡ് ഓൾ റേസ് ടു 5 ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ y⁻10 എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും, y⁻10 ഈക്വൽ ടു a into r⁻7 all raised to 10 that is equal to a⁻10 r⁻70 എന്ന് വരും. a⁻10 r⁻70. ഇനി എക്സും സെഡും കൂടി ഗുണിക്കടാ, എക്സും സെഡും കൂടി ഗുണിക്കുമ്പോ a² r⁻14 കിട്ടും. a² r⁻14 അത് all raised to 5 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് all raised to 5 എന്ന് പറഞ്ഞാൽ 2 into 5 10, അതായത് a⁻10. r⁻14 into 5 എന്ന് പറഞ്ഞാൽ r⁻17 എന്നും കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂവും a⁻10 r⁻70 കിട്ടി, ഇതിന്റെ വാല്യൂവും a⁻10 r⁻17 കിട്ടി. അപ്പൊ അതിൽ നിന്നും ഇത് ഹരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, 1 എന്നാണ് കിട്ടുക. സോ അത് പ്രൂവ് ആയി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ 10th term of a GP whose third term is 24. 24 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം, അതായത് AR² ഈക്വൽ ടു 24 and 6th term is 192, that is AR⁻5 ഈക്വൽ ടു 192 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10th ടേം ആണ് കാണേണ്ടത്. ആദ്യം നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എയും കട്ട് ചെയ്ത് പോയി, ദാറ്റ് ഈസ് r³ is equal to ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 8 എന്ന് വരും, ദാറ്റ് ഈസ് r ഈക്വൽ ടു 2 എന്ന് കിട്ടി. എന്താ കിട്ടിയത്, r ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി 10th ടേം കാണണം. എങ്ങനെയാ 10th ടേം
കാണുക, എ ഇൻറ്റു ആർ റൈസ് ടു 9 ചെയ്താലേ 10th ടേം കിട്ടുള്ളൂ. അതിന് പക്ഷെ നമ്മളടുത്ത് എ കൂടി വേണം. എ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 2ന്റെ വാല്യൂ ഇതിൽ കൂടി. അപ്പോൾ എ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു 24. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 24/4 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ശരിയല്ലേ? അതിലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 into 2 raised to 9 എന്ന് വരും. ദാറ്റ് ഈസ് 3 into 2 into 2 raised to 9. ദാറ്റ് ഈസ് 3 into 2 raised to 10. ദാറ്റ് ഈസ് 3 into 1024 ഈക്വൽ ടു 3072. ഇത് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ആൻസർ കിട്ടും. ഇനി അടുത്ത ചോദ്യം, if arithmetic mean and geometric mean of roots of a quadratic equation are each and 5 respectively. എന്താ പറഞ്ഞത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ടുകൾ ഉണ്ട്. ആ 2 റൂട്ടുകളുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 8ഉം ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് 5നും തുല്യമാണെന്നാ പറഞ്ഞത്. ഇപ്പോ ആൽഫയും ബീറ്റയുമാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകൾ എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ഈക്വൽ ടു 8 എന്ന് എഴുതാം. ജോമെട്രിക് മീൻ എങ്ങനെ എഴുതും? റൂട്ട് ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 5 എന്നും എഴുതാം. ശരിയല്ലേ? അത് രണ്ടും എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞത് then obtain the quadratic equation എന്നാണ്. എടാ, അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു ജനറൽ ഫോം ഉണ്ട്. അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടുകളും ക്വാഡ്രാറ്റിക് ഇക്വേഷനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുള്ള ഒരു ജനറൽ റൂൾ ഉണ്ട്. അത് പഠിക്കണം. എന്താ അത്? x² - x ഇൻറ്റു സം ഓഫ് റൂട്ട്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് ഈക്വൽ ടു 0. അതാണത്. എന്താണ്? ഇത് പഠിച്ചോളണേ, എന്നാലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. x² - x ഇൻറ്റു സം ഓഫ് റൂട്ട്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. അതാണ് ഇക്വേഷൻ. എടാ, ഇവിടെ ആൽഫയും ബീറ്റയുമാണ് റൂട്ടുകൾ. സോ സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ. അത് നമുക്ക് ഇതിന്ന് എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ഈക്വൽ ടു 8 ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 16 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഈ സം ഓഫ് റൂട്ട്സിന്റെ അവിടെ ഉള്ള ആളെ കിട്ടി. ഇനി പ്രൊഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ അല്ലേ? റൂട്ട് ആൽഫ ബീറ്റ ഈക്വൽ ടു 5 ആണെങ്കിൽ ആൽഫ ബീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? 25 ആയിരിക്കും. സോ നമുക്ക് ഇക്വേഷൻ വളരെ പെട്ടെന്ന് കിട്ടും. x² - x ഇൻറ്റു സം ഓഫ് റൂട്ട്സ് തന്നെ 16 പ്ലസ് 25 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x² - 16x പ്ലസ് 25 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ അത് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്ക്. The sum of some terms of a GP is 315. അപ്പോൾ സം ഓഫ് സം ടേംസ് എത്ര ടേംസ് ആണെന്നൊന്നും അറിയില്ല. സം ഓഫ് സം ടേംസ് ഓഫ് എ GP is 315. Whose first term and common ratio are 5 and 2 respectively. Then find the last term and the number of terms എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എയുടെ വാല്യൂ 2ഉം എയുടെ വാല്യൂ 5ഉം ആറിന്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാ. അപ്പോ സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്താണ് സം ഓഫ് ടേംസ്? GPയിലെ ഇക്വേഷൻ എന്ത് എടുത്താൽ മതി? a ഇൻറ്റു r റൈസ് ടു n - 1 ഡിവൈഡഡ് ബൈ r - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 315 എന്ന് ആയിരിക്കും. ശരി അല്ലെ? ഈ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. കാരണം ഇവിടെ ആറിന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാ. ഇനി നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ആറിന്റെ വാല്യൂ അറിയാലോ. ദാറ്റ് ഈസ് 5 ഇൻറ്റു 2 റൈസ് ടു n - 1 ഡിവൈഡഡ് ബൈ 2 - 1 തന്നെ 1 തന്നെ ഈക്വൽ ടു 315 എന്ന് കിട്ടും. ശരിയല്ലടാ? ഇനി ഈ 5നെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 2 റൈസ് ടു n - 1 ഈക്വൽ ടു 315/5. 65 എത്രയാണ്? 300. അപ്പൊ 63 വരും അല്ലെ? 63. ദാറ്റ് ഈസ് 2 റൈസ് ടു n ഇസ് ഈക്വൽ ടു 63 പ്ലസ് 1 തന്നെ 64. ദെൻ n ഈക്വൽ ടു 2 റൈസ് ടു 1 2, 2 റൈസ് ടു 2 4, 3 വരുമ്പോൾ 8, 4 വരുമ്പോൾ 16, 5 വരുമ്പോൾ 32, 6 വരുമ്പോൾ 64. ശരിയല്ലേ? 2 4 8 16 32 64. അതായത് 2 റൈസ് ടു 6 ആണ് എത്ര? 64. സോ n ഇസ് ഈക്വൽ ടു 6 ആയിരിക്കും. n ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 6 ആയിരിക്കും. അതിന്റെ അർത്ഥം ആ GPയിൽ മൊത്തം 6 ടേമുകൾ ഉണ്ട്.
ആ 6 ടേമുകളുടെ സമ്മാണ് എത്ര? 315 എന്ന് പറഞ്ഞാൽ അപ്പൊ അതിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 6ാമത്തെ ടേം ആയിരിക്കും. എത്രാമത്തെ ടേം ആയിരിക്കും? 6th ടേം. 6th ടേം ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദാറ്റ് GP. 6th ടേം ആയിരിക്കും എന്ത്? ആ GPയുടെ ലാസ്റ്റ് ടേം. അതെങ്ങനെ കണ്ടാൽ മതി? A into R⁵5. എന്താണ്? A into R⁵5 and the value that is 5 into 2⁵5. ഇത് കാണുക. അപ്പോ അതിന്റെ ആൻസർ ആവും. ഓക്കെ, ഇതാ അടുത്ത ചോദ്യം. വീണ്ടും അടുത്ത ചോദ്യം. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ എഴുതാൻ പറ്റണം. നോക്കടാ, ഇവിടെ ഈ 3 ടേമുകൾ തന്നു. 3 ടേമുകൾ കോൺസിക്യൂട്ടീവ് ടേംസാ. ഈ 3 ടേമുകൾ GPയിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലേക്ക് ഓടിയെത്തണം. ഈ A, B, C are in GP, then B equal to root AC എന്ന് പറയുന്ന സാധനം ഓടിയെത്തണം കേട്ടാ. അപ്പോ എങ്ങനെ നമുക്ക് എഴുതാം? B equal to root AC എന്നല്ലേ പറഞ്ഞത്? B equal to root AC. നമുക്ക് വേണം ഇങ്ങനെ എഴുതിക്കൂടെ അതിനെ? B square equal to AC എന്ന് എഴുതിക്കൂടെ? എന്തെന്ന് എഴുതാ? B square equal to AC. B equal to root AC അല്ലെങ്കിൽ B square equal to AC എന്ന് എഴുതാം. ഇവിടെ ബിന്റെ വാല്യൂ √8 ആണ്. അപ്പൊ B squareന്റെ വാല്യൂ 8 വരും. A എന്നുള്ളതിന് വരെ X, Cക്ക് പകരം X/2. ശരിയല്ലേ? അപ്പൊ എന്ത് കിട്ടി? ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 16 equal to X², that is X is equal to +or-4. ഇവിടെ ഓപ്ഷനിൽ +4 മാത്രമേ ഉള്ളൂ. സോ ആൻസർ എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ 4 കിട്ടി. അപ്പോ ഒരു ചോദ്യം കൂടി നമ്മൾ ഇവിടെ വിട്ടിട്ടുണ്ട്. കാൽക്കുലേറ്റ് 0.6 പ്ലസ് 0.66 പ്ലസ് 0.666 പ്ലസ് അപ് ടു n ടേംസ്. ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തു. 7 + 77 777 എന്ന് പറയുന്ന ഒരു ചോദ്യം ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതേ തിയറം വെച്ചിട്ടാണ് ഈ ചോദ്യവും ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കുക എങ്ങനെയാന്നുള്ളത്. ആദ്യം എന്താ ചെയ്തിരുന്നത്? ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ആളുകളെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? കോമൺ ആയിട്ടുള്ള ആളെ പുറത്തേക്ക് എടുക്കുക. ഇതില് ആരാണ് ശരിക്കും ഇതിൽ കോമൺ? ആരാ കോമൺ? 6നെ ഇതിന്ന് പുറത്തേക്ക് എടുത്തൂടെ? 6നെ. അപ്പൊ 6നെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും നോക്ക്. 6നെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് 0.1 പ്ലസ് 0.11 പ്ലസ് 0.111 പ്ലസ് എക്സെട്രാ ഇങ്ങനെ വരും. ശരിയല്ലേ? ഇനി എന്താ നമ്മൾ നേരത്തെ ചെയ്തത്? ഒരു /9 ഇട്ടു. അപ്പൊ ഇൻറ്റു 9 ഇട്ടു. അപ്പൊ എങ്ങനെ വരും? 6/9 ഇൻറ്റു 9 0.1 പ്ലസ് 0.11 പ്ലസ് 0.11 പ്ലസ് എക്സെട്രാ എന്ന് വന്നു. ശരിയല്ലേ? ഇനി എന്ത് ചെയ്താ? 6/9 ഇൻറ്റു 9 ഓരോരുത്തരും ഉള്ളിലേക്ക് ഗുണിക്കുക. അപ്പൊ 0.9 പ്ലസ് 0.99 പ്ലസ് 0.999 പ്ലസ് എക്സെട്രാ എന്ന് വന്നു. ശരി. ഇനി നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് ഇനി അടുത്ത സ്റ്റെപ്പിലാണ് കാണാൻ പോകുന്നത്. 6/9 ഇൻറ്റു എടാ ഈ 0.9 എങ്ങനെ നമ്മൾ എഴുതുക? 1 മൈനസ് 0.1 എഴുതിക്കൂടെ? 1 മൈനസ് 0.1 എഴുതിക്കൂടെ? ഇനി 0.99 എങ്ങനെ എഴുതുക? പ്ലസ് 1 മൈനസ് 0.01 എഴുതിക്കൂടെ? 1 മൈനസ് 0.01. ഇനി അടുത്തതിന് എങ്ങനെ എഴുതുക? പ്ലസ് 1 മൈനസ് 0.001 എഴുതിക്കൂടെ? പ്ലസ് എക്സെട്രാ. ശരിയല്ലേ നോക്ക്. അപ്പൊ ഇതാണ് അവിടുത്തെ മാറ്റം കേട്ടാ. നമ്മൾ നേരത്തെ എഴുതിയതും ഇത് എഴുതിയതും തമ്മിലുള്ള മാറ്റം ഈ കുറച്ച് എഴുതുന്നതിലാണ്. 0.9 നമ്മൾ 1 മൈനസ് 0.1 എഴുതും. 0.99 നമ്മൾ 1 മൈനസ് 0.01 എഴുതും. 0.999 1 മൈനസ് 0.001 എന്നും എഴുതും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? 6/9 ഇൻറ്റു നേരത്തെ ചെയ്ത മാതിരി അറേഞ്ച്മെന്റ് ചെയ്യാം. എങ്ങനെ? 1 പ്ലസ് 1 പ്ലസ് 1 എക്സെട്രാ. പിന്നെ ആരുണ്ട്? 0.1 മൈനസ് 0.1 മൈനസ് 0.01 മൈനസ് 0.001 എക്സെട്രാ ഇങ്ങനെ ഉണ്ടാവും. ശരിയല്ലേ? ദാറ്റ് ഈസ് 6/9 ഇൻറ്റു എടാ 1 എത്ര ഒന്നുകൾ ഉണ്ടാവും? n ടേംസ് അല്ലേ? അപ്പൊ n ഒന്നുകൾ ഉണ്ടാവും അല്ലെ? 2 ഒന്നുകൾ ചേർന്നാൽ 2 ആണ്. 5 ഒന്നുകൾ ചേർന്നാൽ 5 ആണ്. 10 ഒന്നുകൾ ചേർന്നാൽ 10 ആണ്. സോ n ഒന്നുകൾ ചേർന്ന സം എന്തായിരിക്കും? n ആയിരിക്കും. ഇനി മൈനസിനെ പുറത്തേക്ക് എടുത്താൽ ഇതൊരു GP അല്ലേ? ഈ 0.1 എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ 1/10 എഴുതാം. ശരിയല്ലേ? 1/10. അപ്പോൾ ശരിക്കും ഇത് എങ്ങനെയാ വരിക? മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/10 പ്ലസ് 1/100 പ്ലസ് 1/1000 പ്ലസ് എക്സെട്രാ എന്നാണ് അതിൻ്റെ ഉള്ളിൽ വരിക അല്ലേ? അപ്പൊ അതൊരു GP ആണെന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം?
6/9 ഇൻറ്റു n മൈനസ് ബ്രാക്കറ്റിൽ എന്റെ വാല്യൂ ഇവിടെ എന്താ ജി പി ആണ്. പിന്നെ ഇവിടെ ആറിന്റെ വാല്യൂ 1 ചെറുതാണ്. അപ്പോൾ അത് എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? a ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എടുക്കേണ്ടത്. അല്ലെ എക്ക് വരെ 1/10 കൊടുത്തോ. a ഇൻറ്റു ദാറ്റ് ഈസ് 1/10 ഇൻറ്റു 1 മൈനസ് 1/10 ഓൾ റേസ് ടു n ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/10 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ഒക്കെ ചെയ്ത് ചെറുതാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിലുള്ളത്. 2 വീഡിയോസ് ഉണ്ട്. 2 വീഡിയോസും കണ്ടു പഠിച്ചാൽ തന്നെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനുകളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓക്കെ.